സ്ത്രീകൾ ജിമ്മിൽ പോയാൽ പുരുഷന്മാരെ പോലെ മസ്കുലർ ബോഡിയാകും എന്നുള്ളത് ഒരു മിസ്കൺസെപ്ഷനാണ്. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് പുരുഷന്മാരുടെ ശരീരത്തിൽ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ സ്ത്രീകളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാകാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ചെറിയ എമൗണ്ടിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന സംശയമാണ്, സ്ത്രീകളിലും ബോഡി ബിൽഡേഴ്സ് ഉണ്ടല്ലോ, അവരെങ്ങനെയാണ് ഈ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്? അവർക്ക് സ്പെഷ്യലി ഉള്ള ഡയറ്റ് ഉണ്ടാകും, അതുമാതിരി അവർ സപ്ലിമെന്റ്സും എടുക്കുന്നുണ്ടാകും. പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പാണ് ജെൻസിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ജിമ്മിലുള്ളത്. ഗേൾസിന് പറഞ്ഞിട്ടുള്ളത് യോഗ, സൂംബ, സ്റ്റാൻസ്, കാർഡിയോസ്, ഇതൊക്കെയാണ് ഗേൾസിന് പറഞ്ഞിട്ടുള്ള വർക്കൗട്ട് എന്നാണ്. ഈ പറഞ്ഞ വർക്കൗട്ട്സിന്റെ ഒക്കെ കൂടെ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങും ഗേൾസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാർഡിയോ വർക്കൗട്ട്സും ക്രാഷ് ഡയറ്റും ഒക്കെ എടുത്തിട്ട് വളരെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ആകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വരുന്ന ആദ്യത്തെ പ്രോബ്ലം അവരുടെ സ്കിന്ന് സാഗി ആകും എന്നുള്ളതാണ്. അതേസമയം വെയിറ്റ് ട്രെയിനിങ് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ടോൺഡ് ആകുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, ഓവറായിട്ട് കാർഡിയോ ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വലി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴത്തേക്കും മെറ്റബോളിസം ബൂസ്റ്റ് ആവുകയും ചെയ്യുന്നു. തേർഡ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഒരു ലോങ് റണ്ണിന് നമ്മുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും ബോൺ ഡെൻസിറ്റി ഇതെല്ലാം കുറയുന്നു. അതേമാതിരി തന്നെ നമുക്ക് നീ പെയിൻ, ബാക്ക് പെയിൻ, അതേമാതിരിയുള്ള പെയിനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവഞ്ച്വലി നമ്മൾ ഒരു അൺഹെൽത്തി പേഴ്സൺ ആയിട്ട് മാറും. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വർക്കൗട്ടും ചെയ്യാം, അതിൻ്റെ കൂടെ വെയിറ്റ് ട്രെയിനിങ് കൂടി ഇൻക്ലൂഡ് ആക്കുക. വീക്ക്ലി 2 or 3 ടൈംസ് എങ്കിലും വെയിറ്റ് ട്രെയിനിങ് നിങ്ങളുടെ വർക്കൗട്ടിൽ ഇൻക്ലൂഡ് ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ജിമ്മിൽ പോയാൽ ആണുങ്ങളെ പോലെ മസിൽ വെക്കുമെന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ടിനോ നിങ്ങളുടെ പാരൻസിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.